ഇന്ന് ഞങ്ങളുടെ ഡേ 3. ഞങ്ങൾ ഇന്ന് പ്രൊഡക്ട്സ് എടുക്കാൻ പോവാണ് മോളില്. ഓറിയോൺ മോളില് പോവാന്ന് പറഞ്ഞ് ഉറക്കം വന്നിട്ടേ ഒരു നാപ്പ് കഴിഞ്ഞു. അടുത്ത നാപ്പിന്റെ സമയമായി. നമ്മുടെ കുഞ്ഞിമാലുണ്ട് ഇവിടെ. കുഞ്ഞിമാലുന്റെ അച്ഛനുണ്ട് ഇവിടെ. അച്ഛൻ ഇരുട്ടില്ല. കുഞ്ഞി കുഞ്ഞി പേജില്ല. അപ്പൊ ഞങ്ങൾ പോട്ടെ കേട്ടോ. സമയം ഉച്ചയായി. പോട്ടെ. ബൈ. അങ്ങനെ റെഡി ഇറങ്ങി. എവിടെ പോയാലും താഴെ ഇറങ്ങിയ ഫോട്ടോസ് വീഡിയോസ് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കപ്പിളായിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ എത്തി കേട്ടോ. പാർക്കിങ്ങിലോട്ട് എത്തിയപ്പോഴേക്കും ഇച്ചുമ്മ നല്ല ഉറക്കമായി. കുഞ്ഞി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞി ഉറങ്ങാൻ പോണതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ അമ്മ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എസ്കലേറ്ററിൽ കയറുന്നത്. അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് ഇവിടെ വരുമ്പം ഹസ്ബൻഡാണ് പിടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആരതിയാണ് കേട്ടോ അമ്മേനെ കൊണ്ടുനടക്കണേ. കുഴപ്പമില്ല ചേച്ചി കയറുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അമ്മേനെ പിടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കയറി. ഞങ്ങൾ ആദ്യം പോയത് ഫുഡ് കോർട്ടിലാണ്. കാരണം നല്ല വിശക്കുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒന്നിച്ച് കഴിച്ചിട്ട് ഇറങ്ങി. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് പിന്നെ ഷോപ്പിംഗ് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിപ്പോൾ എവിടെ പോയാലും അങ്ങനെയാണ്. ആദ്യം ഫുഡ്, പിന്നെയാണ് ബാക്കി കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകുമല്ലോ. സോ നമ്മൾ ആദ്യം ഫുഡ് കോർട്ടിൽ പോയി. അവിടെ പോയിട്ട് നമ്മൾ ഇവിടെ ഗെയിംസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇവിടെ കയറാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും ലേറ്റായി. ബാക്കിയുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യം മൊമോസ് ഓർഡർ ചെയ്തു. നല്ല മൊമോസ് ആയിരുന്നു. പക്ഷേ ചട്നി ഭയങ്കര സ്പൈസി. എനിക്ക് നമ്മുടെ ഇവിടുത്തെ ചട്നിയാണ് കുറച്ചും കൂടി ഇഷ്ടം. ഷെസ്വാൻ ചട്നി ഇല്ല, അതെനിക്ക് ഇവിടുത്തെ ഇഷ്ടം. പിന്നെ എന്തോ ഒരു നെല്ലൂർ മട്ടൻ ബിരിയാണി, അങ്ങനത്തെ ഒരു സാധനം. എനിക്ക് മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് ഓർഡർ ചെയ്തു. പിന്നെ ഇത് ആ ഫലൂഡ വന്നു. അങ്ങനെ അത്യാവശ്യം ഞങ്ങൾ ഫുഡൊക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്തു. നല്ലപോലെ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കാണില്ല പ്രൊഡക്ട്സ് എടുക്കാനേ. അതുപോലെ നമ്മൾ അവർക്ക് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. റൈസും ചിക്കനൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവർക്ക് വിശപ്പ് മാറിയാലും നമ്മൾ കഴിക്കാതിരിക്കണ നേരത്ത് അവരെന്തായാലും ചോദിക്കും. അതങ്ങനെയാണ്. ഇവർ രണ്ടുപേരും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് നല്ലതായിട്ട് ഫീഡ് ചെയ്തിരുത്തിയാലും അവർ നമ്മൾ ഭക്ഷണം കഴിക്കാനുണ്ട് കഴിഞ്ഞാൽ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫുഡ് നമ്മുടെ ട്രെയിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ അതിൽ നിന്ന് തന്നെ കൊടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടമാണ്. പിന്നെ രണ്ടുപേരും ഭക്ഷണം കഴിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കും. അവരുടെ ഫുഡ് റുട്ടീൻ്റെ വീഡിയോ ഒരെണ്ണം ചെയ്യാൻ പറയുന്നുണ്ട്. ഞങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ. ടൈം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും കേട്ടോ. ഇനിയുണ്ട് നല്ലതാ മാമി. ചിക്കനും കൂടി ഉണ്ടായിരുന്നു. ഷേദയുടെ ഫേവറേറ്റ് സാധനം വന്നിട്ടുണ്ട്. ചോല ഭട്ടൂര്. ചപ്പി ഉറങ്ങി. എടാ താടാ ഇതൊക്കെ ഉണ്ട് സോഫ്റ്റ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ചീസ് കേക്കും വാങ്ങിയായിരുന്നു. ഫുഡൊക്കെ നന്നായിരുന്നു കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു. അയ്യോ ചോറ് ഇരിക്കുന്ന മുഖത്ത്. അത് കഴിഞ്ഞ് നമ്മൾ പ്രൊഡക്ട്സ് എടുക്കാൻ പോകാനുണ്ട്. അപ്പോഴാണ് ഈ സംഭവം അങ്ങനെ കണ്ടത്. ഇത് മൗസ്, അതുപോലെ റിമോട്ട്, പിന്നെ മറ്റേ കമ്പ്യൂട്ടറിൻ്റെ ഫാനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് ഐഷാഡോ പാലറ്റ്സ് നോക്കി, ഫൗണ്ടേഷൻസ് എടുത്തു. നമ്മുടെ അപ്കമിങ് ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളും ഞങ്ങളുടെ നെക്സ്റ്റ് വർക്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത്രയധികം വാങ്ങിച്ചിട്ട് 2 കവറ കിട്ടിയുള്ളൂ. അതിൻ്റെ ഒരു വിഷമം എടുക്കും. അങ്ങനെ സെഫോറിൽ നിന്ന് ഒരുപാട് പ്രൊഡക്ട്സ് എടുത്തു. പിന്നെ മാക്കിൻ്റെ ഔട്ട്ലെറ്റിലാണ് പോയത്. അവിടെ നിന്ന് അത്യാവശ്യം നല്ലോണം പ്രൊഡക്ട്സ് എടുത്തു കേട്ടോ. നമുക്കിപ്പം അടുത്ത സീസണിന് വേണ്ട അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ പുതിയ പ്രൊഡക്ട്സ് വരികയാണെന്നുണ്ടെങ്കിലും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് തരണത്. അയ്യോ ഞങ്ങളെ കാണാൻ കുറച്ച് പേര് ഞങ്ങൾ ബാംഗ്ലൂരുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. നമ്മുടെ കാശിയുടെ ഫ്രണ്ട്സ്. ഇതിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള കുട്ടിയാട്ടോ കസീനന്നൊക്കെ.
നിങ്ങൾ സിസ്റ്റേഴ്സ് അത് ചായ തോന്നണം അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂം എത്തിയിട്ട് അപ്പം ആരതി പോവാണ്. ആരതിക്ക് ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എമർജൻസി വർക്ക് വന്നുകൊണ്ട് അവൾ കൊല്ലത്തേക്ക് പോവാണ്. ഇനിയുള്ള 2 ദിവസം ചേട്ടനാണ് ഉണ്ടാവുക, ആരതി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നൈറ്റ് ഇനിയിപ്പോൾ ചേട്ടൻ അവളെ കൊണ്ടാക്കാൻ പോവാണ്. അതിനുള്ളിൽ ഞങ്ങളിപ്പം ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആരതി പോയി ചേട്ടൻ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ആകെ 2 ദിവസം ഞങ്ങൾ അവിടെ ഉള്ളൂ. ഞങ്ങൾക്ക് ഇനി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുക്കിങ്ങിന് കയറി. ഇന്ന് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യണത്. അങ്ങനെ നല്ല മാങ്ങ ചുട്ടരച്ച ചമ്മന്തിയും കഞ്ഞിയും റെഡിയാക്കാനുള്ള പരിപാടിയാണ് എടുത്തത്. എന്താ അതെന്താ ചൂടണ? ഒക്കെ ചൂടുണ്ട്. ബ്രെഡ് ഉണ്ട് അതില്. ചമ്മന്തിയാ മാംഗോ കെട്ടിയന്റെ സ്പെഷ്യൽ ചമ്മന്തി വിത്ത് കഞ്ഞി കേട്ടോ. അങ്ങനെ വൈകുന്നേരത്തെ ഡിന്നറും കാര്യങ്ങളും കഴിഞ്ഞ് നേരം കൊടുത്ത് നെക്സ്റ്റ് ഡേയിലത്തെ വിശേഷമാണ് കേട്ടോ. ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴത്തേനും അമ്മയും ഹസ്ബൻഡും കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഫിഷ് ഫ്രൈയും മീൻകറി അങ്ങനത്തെ കാര്യങ്ങളാണ്. ചേട്ടൻ രാവിലെ തന്നെ ജോലിക്ക് പോയി. പക്ഷേ ഉച്ചയ്ക്ക് ലഞ്ചിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വരുമ്പോഴത്തേനും ഞങ്ങൾ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ആരതി പോയി. അപ്പോൾ ഇവിടുത്തെ ഷെഫുകൾ അല്ലേ മിറാജ് ഇന്ന് ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ കിങ്ഫിഷ് കറി, കിങ്ഫിഷ് ഫ്രൈ, വെണ്ടക്കായ ഉപ്പേരി. ഓ അമ്മ മീൻകറിക്കുള്ള നാളികേരം ചെരുകുന്നു. വിഷ്ണുട്ടൻ വരും കേട്ടോ. ഉച്ചയ്ക്ക് വരുന്നല്ലോ കാരണം അമ്മ. അപ്പൊ ചേട്ടൻ വരുമ്പോഴത്തേനും ചേട്ടൻ നമുക്ക് ലഞ്ച് കൊടുക്കണ്ടേ. അപ്പൊ അമ്മ മീൻകറി മീൻകറിയുടെ പരിപാടി കെട്ടിയാൻ മറ്റേത് മസാല വരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ വെണ്ടയ്ക്ക പക്ഷെ എരിവ് കുറവാട്ടാ. കുരുമുളക് ഇടും. ഇട്ടുണ്ടല്ല നമ്മള് വറക്കണല്ലേ. കുറച്ചും കൂടി നോക്കട്ടെ. ഇത് മീൻ വറക്കാൻ. അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡിയായി. ഉച്ചയായപ്പോഴത്തേനും ചേട്ടൻ എത്തിയിട്ടോ കഴിക്കാനായിട്ട്. നമ്മുടെ ലഞ്ച് പക്ഷെ കഴിച്ചൊരു ഇതായില്ലേ. എങ്ങനെയുണ്ടാ ഇന്ന് വിഷ്ണുടെ ഞങ്ങളുടെ ഗസ്റ്റ്. ഞങ്ങളാണ് കുടുംബക്കാര്. കുക്കിംഗ് മീൻകറി ബൈ അമ്മ, മീൻ വറുത്തത് ബൈ നന്ദു. അതെ നല്ല ഫിഷ് ഫ്രൈ, പിന്നെ വെണ്ടയ്ക്ക തോരൻ. ഇവിടുത്തെ ഞങ്ങളുടെ കുഞ്ഞിമാള് ചോറിനാണ്. ഒറ്റോ കുഞ്ഞിമാള് പിടിച്ചിക്കാൻ നോക്കാം. അതിപ്പോ പോകുന്നു തോന്നുന്നുണ്ട്. ഈശ്വരാ മുടി കെട്ടാൻ സമ്മതിക്കാണ്ടേ. ഇങ്ങനെയാണ് ഇപ്പൊ കോലംകുട്ടിയുടെ. ഇന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ. ഇന്ന് ഞങ്ങളങ്ങനെ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ പ്രൊഡക്ട്സ് ഒക്കെ കഴിഞ്ഞു. ഞാനുണ്ട് ഇതുണ്ട്. കുഞ്ഞിമാളിനൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ. അമ്മ വരുന്നില്ല. അപ്പൊ കുഞ്ഞിനെ അവിടെ വെക്കാൻ ശ്വേത ശ്വേതയുണ്ട്, എന്റെ കെട്ടിയാനുണ്ട്. അപ്പൊ നിച്ചുനെ മാത്രം കൈ പിടിക്കാന്ന് വിചാരിച്ചു. അമ്മ കുഞ്ഞിനെ നോക്കി ഇരുന്നോളും. സമയം സത്യം പറഞ്ഞാൽ 3 മണി കേട്ടോ. ഞങ്ങള് ഇവിടെ എത്തുമ്പോ എത്ര മണിയാണെന്ന് അറിയില്ല. തിരിച്ചെത്തുമ്പോൾ ലേറ്റ് ആവാൻ തോന്നുന്നു. കൊല്ലംള് ഹൊയ്യാ ജയനഗറാണ് കേട്ടോ. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഒരു 3/4 മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ലാസ്റ്റ് ഡേ ആണ്. പിറ്റേ ദിവസം നാളെ ഞങ്ങൾ പോവും. അപ്പം അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നോക്കിയിരിക്കണേ നിങ്ങള്. ഞങ്ങളങ്ങനെ അവിടെ എത്തിയിട്ട് ചുമക്ക് ഫുഡ് കൊടുത്തിട്ടാട്ടോ ഞങ്ങൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പഴം എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പഴം ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറവിനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഒരു അച്ചത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങി അത്യാവശ്യം റീസണബിൾ പ്രൈസിൽ നമുക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയായിരുന്നു കേട്ടോ. കാണിച്ചെന്ന കവറ് എന്തേലും ഉണ്ട്. ചിയേഴ്സ്. ഓ ശരി, ചെരുപ്പ് നോക്കാം. ചുമക്ക് ഭയങ്കര സന്തോഷം അതിൻ്റെ ഉള്ളിൽ. അല്ലേ ചുമ? ഇത് വാങ്ങിച്ചാ വാങ്ങിച്ചു. നല്ല സന്തോഷായി.
ഞങ്ങൾ പിന്നെ കുറച്ച് ചെരുപ്പ് സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ വാങ്ങിയായിരുന്നു. പക്ഷേ എന്താ ഒരു കുഴപ്പമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കവറുകളാണല്ലോ കിട്ടുക. അപ്പം കാർ പാർക്കിംഗ് അടുത്ത് തന്നെ കിട്ടി. അപ്പോൾ ഹസ്ബൻഡ് കുറച്ച് ബൾക്കാവുമ്പോൾ കാറിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷേ എവിടെയോ വെച്ച് ഞങ്ങളുടെ ജീൻസിൻ്റെ ഒരു കവർ മിസ്സായിപ്പോയി. അങ്ങനെ കുറച്ച് കാശ് പോയില്ലേ. കാരണം 3 ജീൻസ് ഉണ്ടായിരുന്നു, 3ഉം പോയി. ആകെ വിഷമമായിട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഗാച്ചും ഹസ്ബൻഡും കൂടെ വേറൊരു റൂട്ടിൽ പോയി. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ഓൾമോസ്റ്റ് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കാരണം പിറ്റേ ദിവസം ഈവനിങ് ആകുമ്പോഴത്തേനും നമുക്ക് ഇറങ്ങണം. അപ്പോൾ ഞാനിത് വാക്വം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിമ്മയ്ക്ക് ഞാൻ അത് കാണിച്ചു കൊടുത്തപ്പോൾ കുഞ്ഞിമാൾ ഇത് ഇങ്ങനെ ഇരുന്ന് അടിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ പാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യണത് നമ്മുടെ കുഞ്ഞിമാളുമാണ് കേട്ടോ. കുഞ്ഞി പാക്ക് ചെയ്യണോ? കുഞ്ഞി ചേച്ചിമ്മക്ക് തരുമോ? ചേച്ചിമ്മ ചെയ്യാത്താ നമ്മള് പാക്കിങ് തുടങ്ങി. ഇതൊക്കെ ഓരോരുത്തർക്കും വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ. അതെ കൈയെടുത്തേ നിങ്ങൾ കാണിച്ചു തരാൻ എന്താ ചെയ്യുന്നത്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് എടുത്താൽ കേട്ടോ. അപ്പോൾ പിന്നെ സ്പേസ് അധികം പോവില്ല. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് പാക്കിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഇനി കുറച്ച് സ്വീറ്റ്സ് സംഭവങ്ങളൊക്കെ വാങ്ങണം, അതും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ബാക്കി വിശേഷമായിട്ട് നാളത്തെ വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.